സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ അഹബ്ബു ഇലയ്യ സലാസതു ഖിസാൽ, എനിക്ക് 3 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം 3 കാര്യങ്ങളോടാണ്. ആ 3 കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം. ഒന്നാമത്തേത് അതീബു, സുഗന്ധം പൂശലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത് അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം അതീബു, സുഗന്ധമാണ്. ഈ 3 കാര്യം പറയുമ്പോൾ നമ്മുടെ വാള അവസാനിക്കും. ഒന്ന് അതീബു, സുഗന്ധമാണ്. അല്ലാഹുവിന്റെ റസൂലിന് എപ്പോഴും സുഗന്ധം ഇഷ്ടമായിരുന്നു. ഹബീബായ നബി തങ്ങൾ തന്നെ ഒരു സുഗന്ധമാണ്. റൈഹാനിനേക്കാൾ വലിയ ഏറ്റവും ഉദാത്തമായ സൽസ്വഭാവത്തിന്റെ അടയാളമായി ആ സൗരഭ്യം നിന്ന് നബി തങ്ങൾ പറയാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ വീട്ടിലോട്ട് വരുമ്പോ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളുടെ വീട് മുഴുവനും തന്റെ വീട് മുഴുവനും അത്തർ പൂശുമായിരുന്നു. സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവ് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഭാര്യമാരുടെ വീട്ടിൽ ഓരോ ദിവസം ചെല്ലുമ്പോ ഓരോ ദിവസവും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ, ആരാ ബീവി ഉമ്മു സലമ, അല്ലാഹുവിന്റെ റസൂൽ എന്ന തന്റെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട നബിയോട് വയർപ്പ് കണങ്ങൾ എടുത്തിട്ട് കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ വരുമ്പോ ആയിഷ ബീവി പ്രവാചകന്റെ കിടപ്പറയിലും പ്രവാചകന്റെ റൂമിന്റെ ഭിത്തിയിലും ഒക്കെ സുഗന്ധം പൂശുമായിരുന്നു അത്രേ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പെങ്ങളെ നമ്മളെ പോലെയുള്ള വീടല്ല, 8 മുഴം വീതിയുള്ള 10 മുഴം നീളമുള്ള ഈത്തപ്പന മരത്തിന്റെ മടല് ചോലച്ചാരി വെച്ച ആ ഭിത്തിയിൽ സുഗന്ധം പൂശുമായിരുന്നു മഹദിയായ ബീവി ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന് തന്റെ വീടെപ്പോട് സുഗന്ധമുള്ളതാവണം, തന്റെ വീടെപ്പോട് ശുചികരമുള്ളതാവണം. അവിടെ ദുർഗന്ധം നബിതങ്ങൾ കിട്ടമല്ല. മഴക്കാലം വരുമ്പോ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ജീവനക്കാര് വരും. ഒരു വെള്ളം തടത്തിടരുത്, കൊതുകിനെ വളർത്തരുത്, വീടും പരിസരവും ശുദ്ധിയായി സൂക്ഷിക്കണേ. ആദ്യത്തെ പരിസ്ഥിതിവാദിയായി തന്റെ നാടും നഗരവും ഒരേപോലെ വൃത്തിയോടെ സൂക്ഷിക്കണമെന്നോ ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തു നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലെപ്പോഴും സുഗന്ധമാണ്, അത്തറാണ്. എപ്പോഴും വീട്ടില് സുഗന്ധമാണ്. തന്റെ ഭർത്താവ് വരുമ്പോ പ്രവാചകന്റെ ഭാര്യമാർ ബെഡ്റൂമിൽ അത്തർ പൂശുമായിരുന്നു. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഈത്തപ്പന മരത്തിന്റെ ഓലയാണ്. ആ ഓലമേൽ അത്തർ പൂശും. ഇതൊക്കെ പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവ് വീട്ടിലോട്ട് വരുന്ന ദിവസം ഗൾഫിൽ നിന്ന് വരികയാണ്, അല്ലെങ്കിൽ ജോലിക്ക് പോയതാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരികയാണ്. ആ വരണ സമയത്ത് വീട്ടിലേക്ക് വരുമ്പോ നബിതങ്ങൾ ഒരു വൃത്തി പഠിപ്പിച്ചു തരികയാണ്. ഒരു വൃത്തി, ഒരു സംസ്കാരം, ഇതിനൊക്കെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഭർത്താവ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരികയാണ്, ഗവൺമെന്റ് ജോലിക്കാരനാണ്, വെള്ളിയാഴ്ച ജോലിയും കഴിഞ്ഞിട്ട് ശനിയാഴ്ച രാവിലെ വരികയാണ്, അല്ലെ ഭർത്താവ് എവിടെയും ദൂരെ യാത്ര പോയി തിരിച്ചു വരികയാണ്. വീട്ടിലോട്ട് വരുമ്പോ വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി, ബെഡ്റൂം ഒക്കെ നന്നായിട്ട് കുടഞ്ഞു വിരിച്ച് അവിടെ ഒരു അത്തറിന്റെ മണമൊക്കെ ഉണ്ടെങ്കിൽ എന്താ റാഹത്ത്. ഇത് വന്ന് വാതിൽ തുറക്കും, ആ മത്തിയുടെ കറിയും ആ നൈറ്റിമേൽ കുറെ കരിയായിട്ട് നിന്നാൽ എപ്പോഴും നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അത്തറായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ ഒരു അത്തർ കൈ സൂക്ഷിക്കണം. ഇൻഷാ അല്ലാഹ് സുന്നത്താണ്. ചെയ്യൂലേ? ഇപ്പൊ ഇവിടെ ആരുടെയൊക്കെ കയ്യിൽ അത്തറുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേര് കൈ വളരെന്ന് കൈ അത്തറിന്റെ കുപ്പി കയ്യിലുള്ളത്. ഞാൻ മിനിങ്ങാന്ന് ഹുബ്ബ് റസൂൽ പ്രഭാഷണം മലപ്പുറം പൂക്കോട്ടൂര് സംസാരിക്കുമ്പോ ഞാൻ ഈ ഹദീസ് പറഞ്ഞു. അപ്പോ കൈവെക്കാൻ പറഞ്ഞപ്പോ ഒരു 10-60 പേര് കൈവെക്കും. അതാണ് അവിടെ ഇവിടെ തമ്മിലുള്ള വ്യത്യാസം. അതൊരു മലബാറിന്റെ മണ്ണാണ്, ഉമറുൽ ഖാദിയുടെ മണ്ണ്, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ മണ്ണ്. അവിടെ ഒരു ഇസ്ലാമിക പാരമ്പര്യമുണ്ട്. നമ്മളിങ്ങ് തെക്കോട്ട് വരുമ്പോ 3 മുഴം തെക്കൻ, 4 മുഴം ഹമുക്കൻ അവര് പറയണം. നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ആ സമയത്ത് ഒരു അത്തറ്, ചെറിയൊരു അത്തറ് കിട്ടും, അത് കയ്യിലെപ്പോഴും സൂക്ഷിക്കണം. ചെയ്യൂലേ? പോക്കറ്റ് കാജാബീഡി തീപ്പെട്ടിയില്ലേ? അതിനെന്താ കുറവുള്ളത്? കാജാബീഡിയും തീപ്പെട്ടിയും ഈ സയ്യിദ് ബുഖാരി കാജാബീഡിയും തീപ്പെട്ടിയും വെച്ചേക്കണ മാതിരി അതിനേക്കാൾ വലിയ സുന്നത്ത്. അത് യഥാർത്ഥത്തിൽ ഒരു വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുകവലിയെ കുറിച്ച് നോക്കിയപ്പോ 60 ഹദീസാണ് പുകവലിയെ കുറിച്ച്. എത്ര ഹദീസ്? ആ ഹദീസൊക്കെ തന്നെ പുകവലിക്കല് ഹറാം എന്ന് പറയേണ്ടി വരും.
ഈ സ്വഭാവം ഒഴിവാക്കണം. പുകവലി വലിയ മാരകമാണ്. ഒന്ന്, മാരകമായ രോഗം വലിച്ചു വരുത്തും. പുകവലി ക്യാൻസർ ഉണ്ടാക്കും. അപ്പൊ പുകവലിച്ചാൽ ഹറാമാണോ എന്ന് ചോദിച്ചാൽ വലാ തുൽഖൂ ബിഅയ്ദീകും ഇല തഹ്ലുക. ഖുർആൻ പറഞ്ഞു നിങ്ങൾ സ്വയം നാശത്തിലേക്ക് കടന്നു പോകരുത്. പുകവലി ക്യാൻസർ ഉണ്ടാക്കുമെങ്കിൽ ഖുർആൻ പറഞ്ഞ ആയത്ത് കൃത്യമാണ്, അതനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിൽ നിന്ന് ഒഴിവായി നിൽക്കണം. ഭാര്യമാർക്ക് തീരെ ഇഷ്ടമല്ല. അപ്പൊ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഉണ്ടാകേണ്ട ഒരു സുന്നത്താണ് ഒരു അത്തർ കുപ്പി. മരിക്കണ വരെ ഉണ്ടാവണം. അപ്പൊ ചോദിക്കണം, ബാക്കി ഉസ്താദ് പറഞ്ഞ അന്ന് വരെ ചെറിയത് കിട്ടും, ചെറിയ ഇത് അതൊന്ന് കയ്യിൽ വെച്ചേക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൂത്ത് നിസ്കരിക്കാൻ കാരണം ഒന്ന് തൂത്തിട്ട് നിസ്കരിക്കാൻ പള്ളിയിലോട്ട് പള്ളി കയറിയിട്ട് വേണ്ട ഇത് തൂക്കാൻ, നിസ്കരിക്കാൻ കയറിയിട്ട് വേണ്ട ഇത് തൂക്കാൻ. പണ്ടൊരു ഉമ്മുമ്മാടെ മോൻ മരത്തിൽ നിന്ന് വീണു. പെട്ടെന്ന് ആംബുലൻസ് എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഒരു 10 മിനിറ്റ് മുമ്പേ കൊണ്ടുവന്നുകൂടായിരുന്നു. ഈ പാവം വൃദ്ധ സാർ പറഞ്ഞു, പൊന്നു സാറേ ഇതൊന്ന് വീണ് കിട്ടിയാലല്ലേ എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞമാര് പള്ളിക്കകത്ത് കയറിയാൽ ഇപ്പൊ അത്തറിന്റെ കാര്യം പറയേണ്ടുള്ളൂ. എപ്പോഴും കയ്യിലൊരു അത്തർ സൂക്ഷിക്കണം. അത് സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ കൃത്യമായ ചില കാര്യങ്ങൾ പറയാൻ. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് വൃത്തി, ശുദ്ധി. അതെപ്പോഴുണ്ടാവണം. ഖുർആനിലെ 2-ാമത്തെ സൂറത്ത് ഏതാ? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. നബിയോട് പറയാണ്, നബിയെ പുതപ്പ് മൂടി കിടക്കുന്ന നബി എഴുന്നേക്ക്, വറബ്ബക ഫകബ്ബിർ. ജനത്തിനോട് അല്ലാഹനെ കുറിച്ച് പറയേ. ജനങ്ങളോട് അല്ലാഹനെ കുറിച്ച് പറയാൻ പോകുമ്പോ വസിയാബക ഫതഹിർ, അങ്ങയുടെ വസ്ത്രത്തിന് ശുദ്ധി ഉണ്ടാവട്ടെ നബിയെ. ഖുർആനിലെ 2-ാമത്തെ സൂറത്ത് നിസ്കാരത്തെ കുറിച്ചല്ല, നരകത്തെ കുറിച്ചല്ല, വസ്ത്രത്തിന് ശുദ്ധി വേണമെന്ന് പഠിപ്പിച്ചു കൊടുത്തൊരു പ്രത്യയശാസ്ത്രമാണ് ഖുർആൻ. അല്ലാഹനെ കുറിച്ച് പറയാൻ പോകുമ്പോ റബ്ബക്, ആർക്ക് എന്നോട് പരിഭവവും പരാതിയും തോന്നരുത്. റബ്ബക ഫകബ്ബിർ, അല്ലാഹനെ കുറിച്ച് പറയേ. അല്ലാഹനെ കുറിച്ച് പറയാൻ പോകുമ്പോ വസിയാബക ഫതഹിർ, വസ്ത്രത്തിന് ശുദ്ധി ഉണ്ടാവണം. അല്ലാതെ അല്ലാഹനെ കുറിച്ച് പറയാൻ പോകുമ്പോ സാമ്പാറിന്റെ കുറെ കഷണം ജുബ്ബാടെ ഈ പോക്കറ്റിലും കുറച്ച് സ്റ്റൗവിന്റെ കരി ഇതിന്റെ ഭാഗത്തും കുറച്ച് എല്ലാം കൂടെ ഈ കോളറിന്റെ സൈഡിലും വെച്ചോണ്ടല്ല അല്ലാഹനെ പറയാൻ പോകേണ്ടത്. അല്ലാഹനെ പറയാൻ പോകുന്നവന് അവൻ അല്ലാഹനെ കുറിച്ച് പറയാൻ പോവാ. പല്ലും തേച്ചിട്ടില്ല, മിസ്വാക്കും ചെയ്തിട്ടില്ല, വസ്ത്രത്തിൽ നിന്ന് ദുർഗന്ധമുണ്ട്. അല്ലാഹനെ കുറിച്ച് പറയണ കേൾക്കാൻ അവൻ നിൽക്കൂ? ഇവന്റെ ദുർഗന്ധം കാരണം. അല്ലാഹനെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് ശുദ്ധി വേണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത, വൃത്തി വേണമെന്ന് പഠിപ്പിച്ചു കൊടുത്തൊരു ഇസ്ലാമിനെയാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ അത് മുഴുവനും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. അതുകൊണ്ടാണ് ഖുർആനിലെ സൂറത്ത് നംല്, അതിന്റെ പേര് അല്ല നംലല്ല, സൂറത്ത് നഹിൽ. സമയമില്ലല്ലോ. തേനീച്ച. എന്തിനാണ് അള്ളാഹു തേനീച്ചയുടെ പേരിൽ ഒരു സൂറത്തിറക്കിയത്? എടാ മരമണ്ടം മനുഷ്യ, നീ തേനീച്ചയെ കണ്ടുപിടിക്ക്. തേനീച്ച തേൻ കൊണ്ടുവന്നാൽ ആ തേൻ കൊണ്ടുവന്ന അറയിൽ സൂക്ഷിച്ചാൽ തേൻ സൂക്ഷിച്ചിരിക്കുന്ന അറയിൽ നിന്ന് 70 അറയ്ക്കപ്പുറത്ത് മാറിപ്പോയേ തേനീച്ച വിസർജിക്കാറുള്ളൂ. കാരണം തേൻ ഔഷധമാണ്. ആ ഔഷധമുള്ള സ്ഥലത്ത് വിസർജിക്കാൻ പാടില്ല. തേൻ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോയേ തേനീച്ച വിസർജിക്കാറുള്ളൂ. വിസർജ്യവും ഭക്ഷണവും, ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വിസർജ്യം എഴുതിയുന്ന മനുഷ്യ, നീ തേനീച്ചയുടെ പോലും വിവരമില്ലാത്തവനായി പോയല്ലോ എന്ന് ഖുർആൻ. നമ്മുടെ മാലിന്യം മറ്റൊരുത്തന്റെ വസ്തുവിലേക്ക് വലിച്ചെറിയുക, നമ്മുടെ അടുക്കളയുടെ മാലിന്യം അപ്പുറത്ത് കൊണ്ടുപോയിടുക. മനുഷ്യ, തേനീച്ചയുടെ വിവരം പോലും നിനക്കില്ലല്ലോ എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു ഖുർആൻ സൂറത്തുൻ നഹ്ൽ അവതരിപ്പിച്ചത്. അള്ളാഹു നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുഗന്ധം എപ്പോഴും പൂശണം. ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങൾ പൂശണ്ട കേട്ടാ. പെണ്ണുങ്ങൾക്ക് 2 സമയത്ത് സുഗന്ധം പൂശൽ അനുവദനീയമുള്ളൂ. ഏതൊക്കെ സമയത്താ? എപ്പോഴൊക്കെയാ? പെണ്ണുങ്ങൾ അത്ര കുപ്പിയും കൊണ്ട് നടക്കണ്ട. നിങ്ങൾ അത്ര കുപ്പിയും കയ്യിൽ പിടിച്ചോണ്ട് എല്ലായിടത്തും തൂക്കാൻ വേണ്ടി നടന്ന പിന്നെ ഭർത്താവ് കുറെ കഴിയുമ്പോൾ കുപ്പിയിൽ അഭയം തേടേണ്ടി വരും. പടച്ചോനിപ്പ. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് 2 പ്രാവശ്യം സുന്നത്തുള്ളൂ. ഒന്ന് നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ, അള്ളാഹുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നന്നായിട്ട് സുഗന്ധം പൂശി. അള്ളാഹുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഖുർആൻ ഒത്തിരി പഠിപ്പിക്കേണ്ടതുണ്ട്. ആണുങ്ങളും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോ നല്ല ഭംഗിയോടെ നിസ്കരിക്കാൻ പോകണേ. കള്ളിത്തുണി ഉടുത്തിട്ടല്ല പള്ളിയിൽ അള്ളാനെ കാണാൻ പോകേണ്ടത്. കല്യാണത്തിന് പോകുന്നതിനേക്കാൾ നല്ല വസ്ത്രത്തിലാണ് പടച്ചറപ്പിനെ കാണാൻ പള്ളിയിൽ പോകേണ്ടത്. നമ്മള് കള്ളിത്തുണിയും ഏറ്റവും മോശം ഷർട്ട് ഇട്ടിട്ടാണ് നിസ്കാരത്തിന് പോവുക. യാ ബനി ആദം സൂറത്തുൽ അഅറാഫ്
ഉഖ്ദു സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ നല്ല സൗന്ദര്യത്തോടെ പോകണം, നല്ല വസ്ത്രം എടുത്തിട്ട് പോകണം, നല്ല വെള്ള വസ്ത്രം ഇട്ട് തന്നെ പോകണമെന്നാണ്. കള്ളുത്തുണി എടുത്തിട്ടല്ല പോകേണ്ടത് പള്ളിയിൽ. അള്ളാഹു ബോധം തരട്ടെ. എനിക്കാരും ഒരു അടുത്ത വർഷം വിളിക്കുമെന്ന് തോന്നണില്ല. പെണ്ണുങ്ങൾക്ക് ഒന്ന് നിസ്കാരത്തിൽ 2 ഭർത്താവിന്റെ അടുക്കൽ, രണ്ടാമത് ഭർത്താവിന്റെ അടുക്കൽ അല്ലാത്ത സമയത്ത് പെണ്ണിന് സുഗന്ധദ്രവ്യം അനുവദനീയമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയ്യും ഇംറഅത്തിൻ ഇസ്തഅതറതു സുമ്മ ഖറജതു മിൻ ബൈതിഹാ ഫമറത അലാ ഖൗമിൻ യജിദൂ റിഹാ ഫഹിയ സാനിയ ഫഹിയ സാനിയ ഫഹിയ സാനിയ. ഏതെങ്കിലും ഒരു പെണ്ണ് നിലക്കണ്ണാടിയുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് അവളുടെ ഭർത്താവ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന പെർഫ്യൂം അവളുടെ ശരീരത്തിൽ അടിച്ചിട്ട് ആ പെർഫ്യൂം ശരീരത്തിൽ പൂശുമ്പോ അവളുടെ നെയ്യത്തെന്നറിയോ, ആ സുഗന്ധദ്രവ്യത്തിന്റെ പരിമളം ആസ്വദിച്ചിട്ട് അന്യ പുരുഷന്മാരെ തന്നെ ശ്രദ്ധിക്കണമെന്ന നീയത്തോടൊരു പെണ്ണ് സുഗന്ധദ്രവ്യം പൂശിയാൽ അവള് വ്യഭിചാരിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരിമാരെ, വ്യഭിചാരത്തിന്റെ അനുരണനങ്ങൾ നമുക്കുണ്ടായിക്കൂടാ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, 3 കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അതിലൊന്നാമത്തേത് അത്തീബു സുഗന്ധദ്രവ്യം പൂശല, രണ്ടാമത്തേത് അന്നിസാ. എന്റെ ഹൃദയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യമാരോടാ. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യാഖ്യാനിക്കപ്പെട്ട ഹദീസാണിത്. അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമാരോടാ. ഹബീബായ നബി തങ്ങളുടെ ഹൃദയം മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യമാരോടാ, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ആയിഷയോടാ, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ സൗദയോടാ, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ സൈനബിനോടാ. ആയിഷത്തും ഹഫ്സത്തും സൗദ സഫിയത്തും മൈമൂനത്തും റംല ഹിന്ദും വസൈനബുൻ കദാജു വൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. എന്റെ ജീവിതത്തിന് ആശയായി അവലംബമായി എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ കൂടെ നിന്ന് എന്റെ ഭാര്യമാരോടാണ് എനിക്ക് ഹൃദയത്തിൽ ഏറ്റവും ഇഷ്ടമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരെ സ്നേഹിക്കാൻ സമയം കണ്ടെത്തിയിരുന്ന, തന്റെ ജീവിതത്തിന്റെ എല്ലാ തിരക്കുകൾക്കിടയിലും ഒരു ക്രിസ്ത്യാനിയായ പുരോഹിതൻ പറയുന്നുണ്ട്, മുഹമ്മദിനെ കാണാൻ ഞാൻ മദീനയിലെത്തിയപ്പോ തേജസ്സാന്ന രൂപത്തോടൊരു മനുഷ്യൻ എന്നിട്ട് കൈ കൊണ്ട് വെള്ളം കൊണ്ട് കൈ കഴുകുകയാ. അദ്ദേഹത്തിന്റെ കൈ വിരലുകൾക്കിടയിലൂടെ ഊർന്നിറങ്ങുന്ന ജലത്തുള്ളികൾ കയ്യിൽ പിടിച്ചിട്ട് മുഖത്തുതേക്കാ ആയിരക്കണക്കിന് അനുയായികൾ കാത്തു നിൽക്കുകയാ. ആ പ്രിയപ്പെട്ട നേതാവിന്റെ കൈ വിരലിലൂടെ സ്പർശന തലങ്ങളിലൂടെ താടോട്ടിറങ്ങിയ ജലത്തുള്ളികൾ കോരിയെടുത്തുണ്ട് തങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ ആയിരക്കണക്കിന് അനുയായികൾ കാത്തു നിൽക്കുന്നത് കണ്ടപ്പോ, ഒരു നേതാവിനെ അനുയായികൾ ഇത്രയേറെ സ്നേഹിക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 10,000കണക്കിന് അനുയായികൾ തന്റെ ചുറ്റുഭാഗത്ത് കാത്തു നിൽക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂലാരാ വകാന യഹ്മിലുൽ മാ മിൻ അഖ്സൽ മദീന. മദീനയിലെ ക്ഷാമം വരുമ്പോ, മദീനയിലെ ജലക്ഷാമം വരുമ്പോ, മദീനയിലെ മലയടിവാരങ്ങളിൽ നിന്ന് വെള്ളം കോരി തന്റെ റിസാലത്തിന്റെ തോളിൽ വെച്ച് തന്റെ ഭാര്യമാർക്ക് വെള്ളം കോരി കൊടുക്കുമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ അടിച്ചുമാരുമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. തന്റെ ഭാര്യമാരെ വീട്ടുജോലികളിൽ സഹായിക്കുമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. നബിദിനം കഴിഞ്ഞു പോണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേതാ അതിന്റെ ജീവിതത്തിലുള്ളത്? ഹബീബായ നബി തങ്ങൾ ഒരു പ്രകാശത്തിന്റെ ഗോളമായിരുന്നു. ആയിഷ ബീവി പറയാ, എന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ വീട്ടിൽ അടിച്ചുമാരുമായിരുന്നു. വകാന യഹ്മിലുൽ മാ മിൻ അഖ്സൽ മദീന. മദീനയിലെ ജലക്ഷാമമുള്ളപ്പോ തന്റെ ഭാര്യമാർക്ക് വെള്ളം കോരി കൊടുക്കുമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം മദീനത്ത് ക്ലാസ് എടുക്കുമ്പോ
നബി തങ്ങൾ പറഞ്ഞു പത്രേ, ആരെങ്കിലും തന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരുരുള വെള്ളം ഒഴിച്ചു കൊടുത്താൽ, ഒരു ഗ്ലാസ് വെള്ളം നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്താൽ, അവന് ഞാൻ നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് പകരം കുടിപ്പിക്കുമെന്ന്. സ്വന്തം ഭാര്യയുടെ വായിലേക്ക് സ്നേഹത്തോടെ ഒരു തുള്ളി വെള്ളം ഒരു ഭർത്താവ് കൊടുത്താൽ അവന് പകരം കൊടുക്കുന്നത് ഞാൻ എന്റെ ഹൗദുൽ കൗസറാ. ഇത് കേട്ട ഉടനെ ഒരു സഹാബി പള്ളിയിൽ നിന്ന് ഇറങ്ങിയോടി, വാല് കേട്ടുകൊണ്ടിരുന്ന സദസ്സിൽ നിന്ന് ഇറങ്ങിയോടി. ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുകയാ. ആ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഭാര്യയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പെണ്ണെ ഇവിടേക്ക് വാ, നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? ആ ഭാര്യയുടെ കൈ പിടിച്ച് വീട്ടുമുറ്റത്തെ കിണറിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തോൽപാത്രം കൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ വായ തുറക്ക്. അത്ഭുതത്തോടെ ആ പെണ്ണ് വായ തുറന്നപ്പോ, നിങ്ങൾക്ക് എന്ത് പറ്റി, ഭ്രാന്ത് പിടിച്ചോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വാല് കേൾക്കാൻ പോയതാ. ഓടി വന്നിട്ട് അടുക്കളയിൽ നിന്ന് എന്നെ പിടിച്ചു കൊണ്ടുവന്ന് കിണർ വക്കിൽ നിന്ന് വായ തുറക്കാൻ പറയുന്നതെന്തിനാ? ആ പെണ്ണിന്റെ വായ തുറന്നിട്ട് ഭാര്യയുടെ വാ തുറന്നിട്ട് തോൽപാത്രത്തിൽ കോരി വെച്ച വെള്ളം എടുത്ത് ഭാര്യയുടെ വായിലേ കുടിച്ചു കൊടുത്തു. ആ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? സഹാബിയുടെ മറുപടി ഏടെന്നറിയോ? പെണ്ണെ, തസ്ദീഖം ബിഖൗലി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു സുന്നത്ത് അപ്പ തന്നെ ഞാൻ പ്രവർത്തിച്ച് കാണിക്കുകയാ. ഇതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തെങ്കിൽ തന്റെ ഭാര്യക്ക് കൊടുക്കുന്ന വെള്ളത്തിന് പോലും ഹൗദുൽ കൗസറിന്റെ പകരമുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന ലോകൈക മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാർക്ക് വെള്ളം കോരി കൊടുക്കുമായിരുന്നു. ആരൊക്കെയുണ്ട് ഭാര്യമാർക്ക് വെള്ളം കോരി കൊടുക്കും? മോട്ടർ കേടായി, വെള്ളം ഇല്ല. അപ്പൊ കാലും കച്ചിരിക്കലല്ല, പോയി വെള്ളം കോരി കൊടുക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? തന്റെ വീടിന്റെ മുറ്റം അടിച്ചുമാരുമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. നമ്മള് ഇപ്പൊ പ്രശ്നം അവിടെ അല്ല, അടിച്ചു മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളെങ്ങാനും അടിച്ചു മാറിയ അമ്മായിയമ്മ പറയും പെൺകോന്തൻ. കണ്ട അയലോക്കക്കാര് പറയുന്ന നോക്ക്, അവന്റെ ഗതിയോട് നോക്ക്, അവനെ അടിച്ചു വാരല്. ഒരു സുന്നത്തനുസരിച്ച് ജീവിക്കാൻ നാട്ടുകാരൊട്ട് സമ്മതിക്കത്തില്ല. അതൊരു വലിയ വിഷയമാണ്. എങ്ങാനും ഇപ്പൊ ഞാൻ എന്റെ വീടിന്റെ മുറ്റം എങ്ങാനും അടിച്ചു വാരിയുള്ള ഒരവസ്ഥ. എന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ അടിച്ചു വാരുകയാണ്, എന്തായിരിക്കും അവസ്ഥ? വാക്കുവി വാള് പറയലുള്ളൂ, വീട്ടിൽ എലിയ എന്നല്ലേ ആളുകൾ പറയൂ. എന്നാ നബിദിനത്തിന് സുന്നത്തിന് വേണ്ടി അല്ലെ ചാചാൻ എന്റെ അടുത്ത് അയലോക്കങ്കാരനാണ്. പൈലോക്കങ്കാർക്ക് അറിയായിരിക്കും ആള് പുലിയാണ്. എന്നാലും റോട്ടിൽ കൂടെ പോണ ആളെന്ത് പറയും? കടിയില്ല. പക്ഷേ ഇത് സുന്നത്തായിരുന്നു സഹോദരങ്ങളെ, ഭാര്യമാർ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അഹിതകരമായതല്ല, അപ്രിയകരമായതല്ല. ഇനി ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് നിങ്ങൾക്ക് പറയുമ്പോ അപ്പോഴാണ് അറിയുന്നത് ജീവിതം എന്താണെന്ന്. ആയിഷ റളിയല്ലാഹു തആല പറയുമായിരുന്നു അത്രേ, അല്ലാഹുവിന്റെ റസൂലാരാ? എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കളിക്കൂട്ടുകാരനായിരുന്നു എന്റെ മുസ്തഫ. എന്റെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരെ മുഴുവനും ജീവിതത്തിൽ ഒരേപോലെ സ്നേഹിച്ചു നബി മുഹമ്മദ് മുസ്തഫ. കാരണം എനിക്ക് രണ്ടാമത് എന്റെ ഹൃദയത്തിൽ ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യമാരോടാണ്. അവരുടെ കൂടെ ഓട്ട മത്സരം നടത്തുമായിരുന്നു. മദീനയിൽ ഇപ്പോഴുമുണ്ട് ഒരു പള്ളി, മസ്ജിദ് സബക്. ആ പള്ളിയുടെ പേര് മസ്ജിദ് സബക് എന്നാണ്. ഇപ്പോഴും മദീനയിൽ പോയാൽ ആ പള്ളി കാണാം. ആ പള്ളിയുടെ പേര് മസ്ജിദ് സബക്. ഓട്ട മത്സരം നടന്ന പള്ളി ഇപ്പോഴും മദീനയിൽ പോയി കാണണം. ഇപ്പോഴും ആ പള്ളിയുണ്ട്. അതിന്റെ മുറ്റത്താണ് ആയിഷ ബീവിയും അല്ലാഹുവിന്റെ റസൂലും തമ്മിൽ ഓടിയത്. ആദ്യം ഓടിയപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ ആയിഷ ബീവി റളിയല്ലാഹു തആല വിജയിച്ചു. അല്ലാഹുവിന്റെ റസൂൽ തോറ്റുപോയി. പിന്നീട് ആയിഷ ബീവി പറയാ, കുറച്ച് കാലം കഴിഞ്ഞു. എത്ര രസമാണ് ഇത് കേൾക്കാൻ. കല്യാണം കഴിഞ്ഞ ആദ്യ നാളില് ഞങ്ങൾ തമ്മിൽ ഓട്ട മത്സരം നടത്തി. ഞാൻ ജയിച്ചു, അല്ലാഹുവിന്റെ റസൂൽ തോറ്റു. കല്യാണമൊക്കെ കഴിഞ്ഞു കുറെ നാളായി. വലം മസ്ദാദ ലഹ്മി, എന്റെ ശരീരത്തിൽ അല്പം ഇറച്ചി കൂടിയപ്പോ ആയിഷ ബീവി പറയാണ്, എന്റെ ശരീരത്തിൽ കുറച്ച് ഇറച്ചി കൂടി എന്ന് പറഞ്ഞാല് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ പെണ്ണുങ്ങൾ സാധാരണ വണ്ണം വെക്കാറുണ്ട്. അതുപോലെ എന്റെ കൗമാരത്തിന്റെ സ്ഥൂലപ്പകുതി കഴിഞ്ഞിട്ട് ഞാനൊരൽപ്പം
എന്റെ കൗമാരത്തിന്റെ സ്ഥൂല പ്രകൃതിക്ക് ശേഷം എന്റെ ശരീരത്തിന് തടി വെച്ചപ്പോ ഹബീബായ നബി തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, ആയിഷ ഇന്നൊരിക്കൽ കൂടി ഓടാം ആയിഷ. എനിക്ക് തടി വെച്ച് ഓടാൻ പറ്റൂല. അന്ന് നല്ല കല്യാണം കഴിച്ചപ്പോ ചില പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലെന്ന് ഈ കൊന്നത്തടിയിൽ തുണി വെച്ചമാരി ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. എന്നാ ഒരു 3 മാസമൊക്കെ വിരുന്നൊക്കെ ഉണ്ട് കഴിയുമ്പോ നെയ്ക്കുമ്പളങ്ങാക്ക് കയ്യും കാലും വെച്ച മാതിരിയാവും. അമ്മാതിരി ആയിഷ ബീവി പറയാവല്ലോ, എന്റെ ഇറച്ചിയൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ ഇന്ന് നമുക്ക് ഓടാം ആയിഷ. നിങ്ങൾ രണ്ടുപേരും ഓടി. ആ മത്സരത്തിന് ഞാൻ തോറ്റുപോയി. അല്ലാഹുവിന്റെ റസൂലാണെന്ന് ജയിച്ചതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സഹോദര, മദീനയിൽ പോയാൽ ഇന്നും കാണാം മസ്ജിദ് സബഖ്. അവിടെയാണ് എന്നെ മുത്ത് റസൂൽ ഓടിയത്. അവിടെയാണ് എന്നെ ആയിഷ ബീവിയോട് ഓട്ട മത്സരം നടത്തിയത്. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും ഇരിക്കുകയാണ്. ഭാര്യമാരുടെ കൂടെ കടങ്കഥ പറഞ്ഞും കളി പറഞ്ഞും തമാശ പറഞ്ഞും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ തിരക്കിന്റെ കഥ പറഞ്ഞിട്ട് ഭാര്യമാരോട് സമയം മാറ്റി വെക്കരുത്. പൊന്നു പഹയന്മാരെ, വൈകുന്നേരം വീട്ടിൽ കയറി വന്ന് രാവിലെ മുതൽ അവള് നോക്കി നിൽക്കുക. വൈകുന്നേരം ആയപ്പോ വന്നു, കേറി ഉടനെ കട്ടിലുമേ കയറിയിട്ട് ഉദയക്ക് പോത്തിട്ട് മാറി കിടക്കലല്ലാതെ നേരെ വീട്ടിൽ വരും. അപ്പൊ അവൾ ഇച്ചിരി പരിഭവം കാണിക്കും, നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു വന്നില്ലല്ലോ. മെല്ലെ പോയിട്ട് ഇല്ല, അരകല്ലിൽ ഇരുന്നിട്ട് അരച്ചോണ്ടിരിക്കണ സമയത്ത് പുറകിൽ പോയി നിന്ന് ഒരു 5 മിനിറ്റ് പറയുന്ന കുസൃതിയും വർത്തമാനവും മതി 2 ദിവസത്തെ പരിഭവം ഇല്ലാതാക്കാൻ. അവള് മിക്സി അരച്ചോണ്ടിരിക്കുമ്പോ അല്ല അടുക്കള ജോലി ചെയ്യുമ്പോ കറി വെച്ചോണ്ടിരിക്കുമ്പോ നല്ല ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാത്തെന്ന ഇന്നലെ വരാത്തെന്നൊക്കെ പരിഭവവും പരാതിയും ഒക്കെ പറയും. ഇതല്ല സാധനം. അവിടെ പോയി നിന്നിട്ട് ആ കറിയൊക്കെ വെക്കണേന്റെ അടുക്കൽ അടുത്ത് പോയിട്ട് ഒരു 5 മിനിറ്റ് അവളോട് പറയുന്ന കുസൃതിയും വർത്തമാനവും മതി ആ 2 ദിവസത്തെ അതുവരെയുള്ള മുഴുവൻ പരിഭവവും മഞ്ഞുപോലെ ഇല്ലാതാവാൻ. അങ്ങനെയാണ് അള്ളാഹു ഈ പടപ്പിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ 5 മിനിറ്റ് അവരോട് പറഞ്ഞാൽ അതോടുകൂടി ഇതങ്ങ് ഉരുകിത്തീരും. പക്ഷെ 5 മിനിറ്റ് പറയാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് വലിയ വിഷയം. ഇല്ല, പമ്പിലും പോയി ഓഡിറ്റോറിയത്തിലും പോയി ഉള്ള കണക്കൊക്കെ നോക്കണതിൻ്റെ ഇടയിൽ ഇപ്പൊ ഫുള്ള് പള്ളിയില. ആദരവായ മാനസാന്തരം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഭാര്യ പരാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, കേൾക്കണം യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ കിടപ്പുമുറി പള്ളിയാണ് നബിയെ. അദ്ദേഹം പള്ളിയിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് വരാറില്ല. അദ്ദേഹത്തിന്റെ കിടപ്പുമുറി ഇപ്പൊ പള്ളിയായി മാറി. അല്ലാഹുവിന്റെ റസൂലിനോടാണ് അവരാതി പറഞ്ഞത്. ഹബീബായ നബി തങ്ങൾ ആ സഹാബി വിളിച്ചിട്ട് പറഞ്ഞു, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിന്നോട് പള്ളിയിൽ കിടന്നുറങ്ങാനല്ല ദീൻ പഠിപ്പിച്ചത്, നിന്റെ ഭാര്യയുടെ അവകാശങ്ങളെ സംരക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ കിടക്കലും ഇസ്ലാമല്ല. ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ഒരാൾക്ക് മാനസാന്തരം വന്ന് ഭാര്യ വേണ്ട, മക്കള് വേണ്ട, പയ്യക്കോട് പള്ളിയിൽ മരണം വരെ ഇത്തിക്കാതിരിക്കാൻ തീരുമാനിച്ചാൽ അത് ശറഈന് വിരുദ്ധമാണ്. ഫോൺ വിളിച്ചാൽ മതി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ, ഫോൺ വിളിച്ചാൽ മതി. എന്നെ ഫോണിന് ഗർഭപാത്രമല്ല. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, പള്ളിയിൽ പോയി കിടന്നാലും ഇതാണ് ഇസ്ലാമിന്റെ സൗകുമാര്യം. അതിര് കടന്ന ആത്മീയത അപകടമാണ്. ചില തരീഖത്തിന്റെ ശൈഖന്മാരുണ്ട്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേടിയൊന്നുമില്ല. കുറെ തരീക്കത്തുകാരുണ്ട്, ഭാര്യ വേണ്ട, മക്കള് വേണ്ട, പാടില്ല, താടി നീട്ടി വളർത്തി ജടാനരകളെ പിടിച്ച് അള്ളാഹു കൊടുത്ത ബന്ധങ്ങളെ വലിച്ചെറിയുന്ന കുറെ ആളുകൾ. ഇസ്ലാമിന് അന്യമാണത്. അന്യ പെണ്ണുങ്ങൾക്ക് ശൈഖിനെ മുത്താം, ശൈഖിനെ കെട്ടിപ്പിടിക്കാം, ശൈഖ് വരുമ്പോ പാട്ടും താളവും, അങ്ങനെയുള്ള തരീക്കത്തുകളുണ്ട്. മലപ്പുറത്ത് മഞ്ചേരി ഒരു തരീക്കത്തുണ്ട്, നിസ്കാരം ഇല്ല. മലപ്പുറത്ത് മഞ്ചേരിയിൽ നിസ്കാരം ഇല്ല. ശൈഖ് പറയണ എന്താണെന്നറിയോ? നിസ്കരിക്കണ്ട. അള്ളാഹ് പറഞ്ഞത് നിസ്കരിക്കണോന്ന് പറഞ്ഞിട്ടില്ല. എന്നെ സ്മരിക്കണമെന്നാണ്. അപ്പൊ പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോ എവിടെ വെച്ച് കേൾക്കണം അവിടെ വന്നിട്ടൊന്ന് സ്മരിച്ചാ മതി. ഈ ബാത്തിൽ കൊണ്ട് അവിടെ
മലപ്പുറത്ത് ഇപ്പോഴും ഉണ്ട്. എന്ത് തിരക്കാന്നറിയോ? ഫ്രീക്കന്മാര് ചെറുക്കന്മാര് ഒന്നും എടുക്കണ്ട, നിസ്കരിക്കണ്ട. ഈ ഭാഗത്തിൽ നമ്മുടെ നാട്ടിലുണ്ട്. എന്നെ സ്മരിക്കുക, ബാങ്ക് വിളിക്കുമ്പോ സ്മരിച്ചാ മതി. ആ തരീക്കത്തിനും കേരളത്തിലെ ആളുണ്ട്. പണ്ടൊരു കന്നാസ് തരീക്കത്തുണ്ടായിരുന്നു. കന്നാസിൽ വെള്ളം ഊതിക്കൊടുത്ത പെറാത്ത പെണ്ണും തോറും പശുവിന് അകിടുണ്ടാവും. അവസാനം വെള്ളം കുടിക്കാനുള്ള ഓട്ടം. ആളുകൾ പറഞ്ഞു വേണ്ട. പണ്ട് കുറെ കാലം മുതല് അവസാനം ഇവിടുന്ന് കന്നാസും ടൂറിസ്റ്റ് ബസിന്റെ സൈഡിൽ കെട്ടിക്കൊണ്ടായിരുന്നു പോക്ക് അങ്ങോട്ട്. കന്നാസ് വെള്ളം കുടിക്കാൻ. അവസാനം വെള്ളം തികയാറ് വന്നപ്പോ പിന്നെ ശൈഹുന കിണച്ചി ഓതി ഊതിന്നാണ്. കിണച്ചിന്ന് പിന്നെ കോരി എടുത്തിട്ടാണ് കൊടുത്തത്. എന്തുമാത്രം പെണ്ണുങ്ങളാ പോയത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയവരുണ്ട്. അവസാന സന്തോഷ് മാധവന്റെ കേസ് വന്നപ്പോ എല്ലാരെയും പൊക്കി കൂട്ടത്ത് ഈ ശൈഹുനാനെയും പൊക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് ശൈഹുന പൊന്നാനി പോയിട്ടില്ല. പറഞ്ഞ മനസ്സിലായില്ല. ഇത് ഞാൻ കഥ പറഞ്ഞതല്ല. പോലീസ് സ്റ്റേഷനിൽ പോയി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ശൈഖുനാന്റെ അറ്റം മുറിച്ചിട്ടില്ല. ആ വെള്ളം മേടിക്കാനും പോയ പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ശാസ്ത്രബോധം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത മതശാസനകൾ, അതിന്റെ പുറകെ പോകുന്നവരോട് ഞാൻ പറയാൻ, അള്ളാന്റെ റസൂല് പറഞ്ഞത് സൗന്ദര്യമാണ്. ഭാര്യയെയും മക്കളെയും വിട്ടിട്ട് നീ പള്ളിയിൽ പോയി കിടന്നാൽ അള്ളാന്റെ അടുക്കൽ നിനക്കത് സ്വീകാര്യമല്ല. ഒരു സഹാബി പറഞ്ഞ നബിയെ, എല്ലാ ദിവസവും ഞാൻ നോമ്പ് പിടിക്കാൻ പറ്റില്ല. എന്റെ ഭാര്യയുടെ അടുക്കലോട്ട് പോണം. അവളുടെ വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന് പോലും അള്ളാന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. അവൾക്ക് നീ വെള്ളം കോരി കൊടുക്കണേ. അവളോട് നീ വർത്തമാനം പറയണേ. 14 രാവിലെ പൗർണമി തിങ്കൾക്കല ആകാശത്തിന്റെ നീനാകാശത്തിന്റെ നിശബ്ദതയിൽ പുഞ്ചിരി പൊഴിച്ചു നിന്ന ഒരു ചന്ദ്രാങ്കിത അർദ്ധരാത്രിയിൽ തന്റെ ഭാര്യയുടെ ആയിഷ ബീവിയുടെ മടിയിലെ തലവെച്ച് കിടന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് കടങ്കഥ ചോദിച്ച ആയിഷ ബീവിയുടെ മടിയിലെ തലവെച്ച് കിടക്കുകയാണ്. ആയിഷ ബീവി ചോദിച്ച അല്ലാഹുവിന്റെ റസൂലേ, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് എണ്ണി പറയോ നബിയേ? ഇതാണ് നബി, ഇതാണ് നബി, ഇതാണ് നബി. അല്ലാഹുവിന്റെ റസൂലേ, മാലി സിവാഹു ബിലദൈക വസീലത്തുൻ ഫംനുൻ അലയ്യ ബിഫളിൽ ജൂദിക സഅദി. 14 രാവിലെ ഭാര്യയുടെ മടിയിലെ തലവെച്ച് കിടന്നിട്ടുണ്ടോ തിരുനബി? ആയിഷ ബീവി ചോദിച്ചു, നബിയെ ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് പറയോ നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ നിനക്കറിയില്ലല്ലോ ആയിഷ, അതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ആ സമയത്ത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ആകാശത്ത് കാണുന്ന നക്ഷത്രത്തിന്റെ എണ്ണത്തിന്റെ അളവിന് തുല്യമായി സൽക്കർമ്മം ചെയ്ത ആരെങ്കിലും അങ്ങയുടെ സഹാബത്തിലുണ്ടോ തിരുദൂതരെ? ആയിഷ ബീവി ചോദിച്ചു, നബിയെ നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ അത് ഉറങ്ങാണോ? എന്നാ നിർത്തിയാക്കാം. ചോദിച്ചു, നബിയെ ഈ കാണുന്ന നക്ഷത്രത്തിന്റെ എണ്ണത്തിന് തുല്യമായി സൽക്കർമ്മം ചെയ്ത ആരെങ്കിലും അങ്ങയുടെ സഹാബിയിലുണ്ടോ? ചോദ്യം ആരുടേതാ? ആയിഷ തൽവാറിന്റേതല്ല, ആയിഷ ബീവിയുടെ. ആയിഷ ബീവിയുടേതാണ് ചോദ്യം. ആയിഷ ബീവി ആരാ? അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൾ. ഉടനെ നബിതങ്ങൾ മടി തലവെച്ച് കിടക്കുക. അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു, ഉണ്ട് ആയിഷ. ആരാണ് നബിയെ? അതെന്റെ ഉമറാണ് ആയിഷ. അതെന്റെ സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബാണ്. ആയിഷ ബീവി എഴുന്നേറ്റ് അതേ സ്പീഡിൽ വീണ്ടും മടിത്തട്ടിലേക്ക് കിടന്നു. ആയിഷ ബീവിയോട് പറഞ്ഞ നബിതങ്ങൾ, ഉണ്ട് ആയിഷ, ഈ നക്ഷത്രങ്ങളുടെ എണ്ണത്തിന് തുല്യമായി സൽക്കർമ്മം ചെയ്ത ആൾ എന്റെ സഹാബിയിലുണ്ട്. ആയിഷ ബീവി ജിജ്ഞാസയോടെ ചാടി എഴുന്നേറ്റു, നബിയെ ആരാണ് നബിയെ? അപ്പൊ പറഞ്ഞ എന്റെ ഉമറ. അതേ സ്പീഡിൽ കിടന്നു. മൂപ്പരാത്തി വിരിച്ചത് സ്വന്തം വാപ്പാടെ പേര് പറയുന്നതാണ്. എന്ത് രസമാണ് മോനെ. ഇതാണ് ഭാര്യയും ഭർത്താവും. നബിതങ്ങൾ വരച്ചു കാട്ടിയ മദീനയിലെ ഭാര്യയും ഭർത്താവും. ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ ചിലപ്പോഴൊക്കെ ഒരു സ്വകാര്യ മേഖല ഉണ്ടാവണം. വീടിന്റെ മുമ്പിൽ ഇച്ചിരി പുല്ലും കുറച്ച് ചെടിയൊക്കെ വളർത്തണം. അതാണ് മുസ്ലിമിന്റെ വീട്. അതാണ് മുസ്ലിമിന്റെ വീട്. ഇത്തിരി സ്ഥലമുള്ളോ പുല്ല് വളർത്തുന്നു. ആ പുല്ല് ചെയ്യുന്ന തസ്ബീഹിന് പുല്ല് വളർത്തി എന്താ കുഴപ്പം? എന്താ കുഴപ്പമോ നിങ്ങൾ പറയും. നബിയോട് ചോദിച്ചു, നബിയെ ലോകം അവസാനിക്കാൻ പോവാൻ ചെയ്യാൻ പറ്റിയൊരു സൽക്കർമ്മം പറഞ്ഞതാ നബിയെ. അപ്പൊ പറഞ്ഞു, നിന്റെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി നട്ടുവെക്ക്.
ഒരു പുല്ല് നടുക, അതിന് വെള്ളം ഒഴിക്കുക, കൃഷി നടുക, വെള്ളം ഒഴിക്കുക, പയറ് പറിക്കുക. നീ ഒരു പയറ് നട്ടു, അതിന്റെ പയർമണി കാക്ക വന്ന് കൊത്തിപ്പോയി, നിനക്കൊരു സദക്കയുടെ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് നബി. വാഴയുടെ പഴം വവ്വാല് കൊത്തി, നിനക്കൊരു സദക്കയുടെ പ്രതിഫലമുണ്ട് കർഷക, ഒരു സദക്കയുടെ പ്രതിഫലമുണ്ട്. ഇത് പറഞ്ഞ ഹദീസ് നബി മുഹമ്മദ് മുസ്തഫ. നമുക്കെല്ലായിടത്തും വിമർശനമാണ്, പാടില്ല. 2 ചെടി നട്ടു ഫ്രണ്ടിൽ, മുസ്ലിമെ നിനക്കത് ഇബാദത്താൻ, അതിന്റെ പുറകെ നിൽക്കാതിരുന്നാൽ മതി, അത് ഇബാദത്താൻ. രാവിലെ ഇത്തിരി വെള്ളം ഒഴിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആ പുൽപ്പറമ്പിൽ ഒരു ഇത്തിരി സ്ഥലം ഉണ്ടാവണം. മക്കളൊക്കെ കിടന്നുറങ്ങി, എല്ലാരും ഒക്കെ ഉറങ്ങി, ഭാര്യയും ഭർത്താവും പോയാൽ അല്പനേരം അവിടെ പോയിരുന്നു കുറച്ച് വർത്താനൊക്കെ പറയണം, കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് സ്വകാര്യമായിട്ട് പറയണം. ഉള്ളവരാ ഇതുവരെ കെട്ടിയില്ലേ? എന്നാ പിന്നെ 25-ാം തീയതി ആവട്ടെ. അല്ല, പെണ്ണൊത്താ പിന്നെ മാപ്പിളയിലോ അല്ല, ഇതുവരെ കെട്ടിയില്ല. ഇതെന്ത് സന്തൂർത്ത് വെച്ചാ വിളിക്കണം, പ്രായം തോന്നുന്നില്ല. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, എത്രയും പെട്ടെന്ന് നടക്കട്ടെ. ഇനിയിപ്പോ ഇതിൽ കൂടുതൽ പരസ്യത. ആ പുൽത്തകടിയിലേക്ക് അവര് കുറച്ചു നേരം ഭാര്യയും ഭർത്താവ് സ്പെൻഡ് ചെയ്യണം. ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ പരമാവധി അവർ തമ്മിൽ ആശയസംവാദം ഉണ്ടാവും. ആ പുൽത്തകടിയുടെ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ വീടിന്റെ മുറ്റത്തിന്റെ ഒരു ഭാഗത്ത്, ഒന്നുമില്ല, ഒരു കൊച്ചു വീട്, അതിന്റെ സിറ്റ് ഔട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ രാത്രി അല്പനേരം അവിടെ ഇരിക്കട്ടെ. പക്ഷെ ആ സമയത്ത് ഈ അമ്മായിയമ്മ എന്ന് പറഞ്ഞ സാധനം മതിൽക്കെട്ടിന് കൊടുക്കണം, ഇങ്ങനെ നോക്കരുത്. അത് അവരുടെ സമയമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇതാണ് പ്രശ്നം. ആ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല, അത് അവരുടെ സമയമാണ്. ഇന്ന് മഹല്ലുകളിൽ എത്ര തലാക്കാണ് വരുന്നത്? അവസാനം പറഞ്ഞു തരുമ്പോൾ ഇവർ തമ്മിൽ ഒരു വിഷയത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പേ ഉള്ളൂ. എത്രയോ മഹല്ലുകളിൽ മഹല്ലി വരുമ്പോ ഭാര്യയ്ക്ക് പറയാനുള്ള ഭർത്താവ് ഭാര്യ പറഞ്ഞു, ഭർത്താവിന് പറയാനുള്ള ഭർത്താവ് പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞു കഴിയുമ്പോൾ ഒന്നുമില്ല, കമ്മിറ്റി യോജിപ്പിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവരുടെ വീട്ടിൽ ഇതുവർക്ക് തുറന്നു പറയാൻ കഴിഞ്ഞില്ല എന്നാണ്. ഞാൻ കാതലായ വിഷയം ചിരിക്കാൻ പറഞ്ഞു, ചിരിക്കണതിനിപ്പോ ഞാൻ ഉത്തരവാദിയല്ലല്ലോ, ഞാൻ അങ്ങനെ ചിരിക്കണം പറയാറുമില്ല. പക്ഷെ കാതലായ വിഷയം എന്താ? ഭാര്യയ്ക്കും ഭർത്താവിന് മനസ്സ് തുറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ തിരക്കിന്റെ ഇടയിലൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞ് ആളുകൾ വെള്ളം പിടിക്കാൻ കാത്തിരിക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ ഭാര്യയുടെ കൂടെ ഓടുമായിരുന്നു. തിരക്കൊന്നൊരു വിഷയമല്ല. ഞാൻ പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞ എന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇതൊക്കെ പറയുമ്പോൾ ഈ പെണ്ണുങ്ങൾ വിചാരിക്കും ബാക്കവിയുടെ ഭാര്യയുടെ ഒരു സൗഭാഗ്യം, അവളോട് ചോദിക്കുമ്പോഴല്ലേ കഥ അറിയൂ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മളൊക്കെ അല്ലാതെ ദീനിന്റെ മാർഗത്തിൽ. ഞാൻ പറയും നാളെ വീട്ടിൽ നിൽക്കണ്ട, ഇന്നിപ്പോ എനിക്ക് 4 മണിയുടെ ഫ്ലൈറ്റിന് ഖത്തറിൽ പോകണം. പെട്ടെന്നൊരു പരിപാടി ഒന്ന് പോകേണ്ടി വന്നു. തിരിച്ച് നേരെ നെടുമ്പാശ്ശേരി ഇറങ്ങിയിട്ട് നേരെ കണ്ണൂർ വേണം, വീട്ടിൽ വരാൻ സമയമില്ല. അപ്പൊ പിന്നെ അള്ളഹാനോട് പറയാൻ, പടച്ചോനെ നിന്റെ ദീൻ പറയാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞൊരു ചെറിയ റുഖ്സ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭാര്യയുമായിട്ട് സമയം വേണം എന്നതാണ് ഏറ്റവും പ്രധാനം. പള്ളിയിലെ ഖത്തീബിന് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ലീവ് കൂട്ടിയാൽ നല്ലതാണ്. ഖൈറൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി ചാടി എഴുന്നേറ്റ്, ആരാ നബിയെ? ഉമറാണ്. ആയിഷ മൂപ്പിലാത്തി അതേപടി മടിയിലേക്ക് കടന്നു. അള്ളാന്റെ റസൂലും മന്ദഹസിച്ചു, എന്തേ ആയിഷ? അപ്പ എന്റെ ഉപ്പ അബൂബക്കറോ നബിയെ? എന്റെ അബൂബക്കറിന്റെ പിതാവ് ഉമറിനേക്കാൾ താഴെയാണോ യാ റസൂലല്ലാഹ്? അപ്പോഴാണ് ഹബീബായ മുത്തു പറഞ്ഞത്, സമയമില്ല എനിക്ക് ദീർഘിപ്പിക്കുവാൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അത്രേ ആയിഷ, എനിക്കറിയാം നിന്റെ മനസ്സിന്റെ പരിഭവം അറിയാം ആയിഷ. ഉമർ റളിയല്ലാഹു തആല ചെയ്ത മുഴുവൻ അമലുകളുടെ സ്ഥാനത്ത് നിൽക്കാൻ നിന്റെ വാപ്പ ജീവിതത്തിൽ ചെയ്ത 2 അമല് മതി എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ, നിന്റെ വാപ്പ ചെയ്ത 2 സൽക്കർമ്മങ്ങൾ ഉമറിന്റെ മുഴുവൻ സൽക്കർമ്മങ്ങളെക്കാൾ വലുതാണ് ആയിഷ. 2 സൽക്കർമ്മങ്ങൾ. അത് പറയാനുള്ള സമയം പിന്നീട് എപ്പോഴും ഞാൻ പറഞ്ഞു. ചുമ്മാ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് പിടിച്ചതിനേക്കാൾ വലുതാണല്ലോ അകത്തുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 2 കാര്യങ്ങൾ, 2 കാര്യങ്ങൾ അറിയണോ? നിർബന്ധമാണോ? ഒന്ന്, സൗർ ഗുഹയിലിരിക്കുമ്പോ തേള് വന്ന് കാലിലേക്ക് കുത്തുമ്പോ വേദന സഹിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലും മടിയിൽ കിടക്കാണ്. ഉഗ്രവശമുള്ള തേള് വന്ന് പെരുവിരൽ കുത്തിയപ്പോ ഞാനൊന്നനങ്ങിയാൽ എന്റെ ഹബീബിന്റെ ഉറക്കം പോകുമെന്ന് കരുതി ഉഗ്രവശം മുഴുവന് ശരീരത്തിലെ കരിച്ചിറക്കുമ്പോഴും
എന്റെ റസൂലിന്റെ ഉറക്കം വഞ്ചിക്കാൻ പാടില്ലെന്ന് നിന്റെ ഉപ്പ തീരുമാനിച്ച ആ ഒരു സൽക്കർമ്മമുണ്ടല്ലോ ആയിഷ. രണ്ടാമത്തേത് തബൂക്ക് യുദ്ധം നടക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞ ആയിഷ സഹാബ, അള്ളാന്റെ ദീനിനെ സഹായിക്കാൻ ആരാണുള്ളത്? ഒന്നുമില്ല ദീനിനെ. ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിലിരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കരുതി അബൂബക്കറിനെ തോൽപ്പിക്കണം. സദക്കയുടെ കാര്യത്തിൽ എപ്പോഴും അബൂബക്കറിനെ തോൽപ്പിക്കുകയാണ്. നേരെ ഓടി വീട്ടിലേക്ക് മുഴുവൻ സമ്പത്തുകളും രണ്ടായി ഭാഗിച്ചു. പകുതി സമ്പത്ത് എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഉമറിന്റെ സമ്പത്ത് രണ്ടായി ഭാഗിച്ച് ഒരു പകുതി ഞാൻ ദീനിന് തന്നു യാ റസൂലല്ലാഹ്. ഉമറേ, നിന്റെ കുടുംബത്തിന് എന്തുണ്ട് ബാക്കി? മറ്റേ പകുതി എന്റെ കുടുംബത്തിനുണ്ട് നബിയേ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മുത്തുനബിയുടെ ചാരത്തിരുന്നു. അബൂബക്കർ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഏതായാലും നേർപകുതി കൊടുത്ത് എന്നെ തോൽപ്പിക്കാൻ ഇന്നൊരിക്കലും അബൂബക്കറിന് കഴിയില്ലെന്ന് ഞാൻ ചിന്തിക്കുമ്പോ അതാ മദീനത്തെ പള്ളിയുടെ മുറ്റത്തേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. തലയിലൊരു പായയുണ്ട്, കച്ചത്തിലൊരു തോൽപാത്രമുണ്ട്. ഇത് രണ്ടും എന്റെ റസൂലുള്ളാഹിയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും ഞാനിതാ ദീനിന് തരുന്നു നബിയേ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കരഞ്ഞുപോയി. കിടക്കുന്ന ഈത്തപ്പനമരത്തിന്റെ ഓലയുള്ള പായും വെള്ളം കോരുന്ന പാത്രവും കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുറ്റത്തിട്ടു. അബൂബക്കറേ, നിന്റെ കുടുംബത്തിന് എന്താണ് ബാക്കിയുള്ളത്? എന്റെ കുടുംബത്തിന് ബാക്കി 2 സ്വത്ത് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് നബിയേ. എന്താണ് അബൂബക്കറേ? അല്ലാഹു വ റസൂലുഹു. എന്റെ കുടുംബത്തിന് അല്ലാഹുവും അവന്റെ റസൂലുമുണ്ട് നബിയേ. ഇതിന് പകരം വെക്കാൻ പിന്നെ അവന് ഉമറിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ആ ജീവിതത്തിന് വിരാമമിടുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആയിഷ ബീവി ഹദീസ് റിവായത്ത് ചെയ്യാറുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, എന്നാ ഇവര് തമ്മിൽ പിണങ്ങാറുണ്ട്, എന്നാ ഇവര് തമ്മിൽ വഴക്കും കൂടും. ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂൽ തമ്മിൽ വഴക്കും കൂടി. ഒരു ദിവസം വഴക്കുകൂടി. രണ്ടുപേരും പിണക്കമായി. ഇണക്കം ഉണ്ടെങ്കിൽ പിണക്കുണ്ടാവും. പിണക്കം കഴിഞ്ഞുള്ള ഇണക്കത്തിന് ഇത്തിരി സുഖവും കൂടും. ഇണക്കം ഉണ്ടെങ്കിൽ പിണക്കുണ്ടാവും. പിണക്കം കഴിഞ്ഞുള്ള ഇണക്കത്തിന് ഇത്തിരി സുഖവും രസവും കൂടും. രണ്ടുപേരും പിണങ്ങി. ചുരുക്കി പറയാം, പെട്ടെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. ചുരുക്കി പറയാൻ അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂബക്കർ മധ്യസ്ഥനായിട്ട് വന്നു. മധ്യസ്ഥം വരേണ്ട രീതിയിൽ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി തമ്മിൽ പിണങ്ങി. റസൂലുള്ളാഹിയുടെ കാര്യം പറഞ്ഞ നല്ല ഭാഷയിലൊക്കെ പറഞ്ഞു. പിണങ്ങി, രണ്ടുപേരും പിണങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു മധ്യസ്ഥനായി വന്നു. ആയിഷ ബീവി അടുക്കളയിൽ നിൽക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ, നിന്റെ ഉപ്പ മധ്യസ്ഥനായി വന്നിട്ടുണ്ട്, ആദ്യം നീ പറയുന്നു അതല്ല ഞാൻ ആദ്യം പറയണോ? ആയിഷ ബീവി പറഞ്ഞത്, നബിയെ, ആദ്യം നിങ്ങൾ പറഞ്ഞു, അതിനുശേഷമേ ഞാൻ പറയുന്നുള്ളൂ. ആയിഷ പറഞ്ഞു, ആദ്യം നിങ്ങൾ പറ, എനിക്ക് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. അങ്ങനെ ആയിഷ ബീവി പറഞ്ഞു, ആദ്യം നിങ്ങൾ പറ, പിന്നെ ഞാൻ കുറച്ചങ്ങോട്ട് പറയാനുണ്ട്. എന്നിട്ട് പറഞ്ഞു, നബിയേ, അങ്ങുള്ളതേ പറയാവൂ, ഇല്ലാത്തത് പറയല്ലേ നബിയേ. എന്നെ കുറിച്ച് പറയുമ്പോ ഇല്ലാത്തത് കൈന്നിട്ട് പറയരുത്, ഉള്ളതേ പറയാവൂ നബിയേ. ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു തആല കൈയെടുത്തിട്ട് ആയിഷ ബീവിയുടെ പെടലിക്കാൻ നിടിച്ചു. ആയിഷ, നീ എന്ത് വർത്താനമാണ് പറഞ്ഞത്? അവയഖൂലു ഇല്ലൽ ഹഖ, അല്ലാഹുവിന്റെ റസൂൽ ഹക്കല്ലാതെ വല്ലതും പറയുമോ? ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞു. വാപ്പാടെ കയ്യിൽ നിന്ന് അടിയും കിട്ടി, ഭർത്താവിന്റെ കയ്യിൽ തോറ്റും പോയി. ഇത് കേട്ട ആയിഷ ബീവി പൊട്ടിക്കരവേ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി പിണക്കത്തിലാണ്. ആയിഷ എന്ന ഭാര്യ കരഞ്ഞപ്പോ ഓടിച്ചെന്ന് ആയിഷ ബീവിയെ പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് കവിളിലെ കണ്ണുനീര് തുടച്ചു മാറ്റിയിട്ട് ഹബീബായ മുത്തുചോദ് അബൂബക്കറെ, മധ്യസ്ഥത പറയാനല്ലേ നിന്നെ വിളിച്ചത്? എന്റെ ഭാര്യ അടിക്കാ നിന്നോട് ആര് പറഞ്ഞു? അബൂബക്കറെ സല്ലല്ലാഹു അലാ മുഹമ്മദ്.
തോൽപ്പിക്കാനല്ല, ജയിക്കാനല്ല. സ്വന്തം ഭാര്യയുടെ കണ്ണുനീര് കണ്ടപ്പോ കൽബലിഞ്ഞു പോയ കാലത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു വെളിയിലായി. രണ്ടുപേരുടെയും പിണക്കം മാറി. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ കുസുമം പോലെ, വേർപെടലുകളുടെ വിശ്വസ്തത പോലെ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, 9 ഭാര്യമാരുണ്ടായിട്ടും ആയിഷ ബീവിയോട് മാത്രം ഈ പ്രത്യേകത കാണിച്ചത് എന്തിനാ? ചിന്തിക്കാറില്ലേ? അത് ആയിഷ ബീവി ചെറുപ്പക്കാരിയായത് കൊണ്ടല്ല. ആയിഷ ബീവി ജീവിതത്തിൽ പ്രസവിച്ചിട്ടില്ല. ഒരൊറ്റ മക്കളെ പോലും ആയിഷ ബീവിക്കില്ല. ബാക്കിയുള്ള ഭാര്യമാർക്ക് കഥ പറഞ്ഞിരിക്കാൻ മക്കളുണ്ട്. ഉമ്മു സലമയ്ക്ക് സൽമ എന്ന് പറയുന്ന മകളുണ്ട്. പക്ഷെ ആയിഷ പ്രസവിച്ചിട്ടില്ല. അവൾക്ക് ഞാനല്ലാതെ മറ്റൊരാളില്ല. അതുകൊണ്ടാണ് ആയിഷ ബീവിയുടെ കൂടെ മക്കളില്ലാത്ത ദുഃഖം അറിയിക്കാതെ എനിക്കൊന്ന് കഥ പറയാൻ, എനിക്കൊന്ന് താലോലിക്കാൻ ആരുമില്ലല്ലോ നബിയേ എന്ന് പരിഭവം പറയാൻ അവസരം കൊടുക്കാതെ ആയിഷ ബീവിയോട് പ്രത്യേക സമയം കണ്ടെത്തിയത് മക്കളില്ലാത്തത് കൊണ്ടാണ്. ചുരുക്കട്ടെ, ഞാൻ അവസാനം അല്ലാഹുവിന്റെ റസൂല് രോഗബാധിതനായി, എഴുന്നേറ്റ് നടക്കാൻ കഴിയാതായി. ഭാര്യമാരോട് പറഞ്ഞു, എനിക്കിങ്ങനെ നടക്കാൻ കഴിയുന്നില്ല. അങ്ങേക്ക് എവിടെ പോണം നബിയേ? എനിക്കെന്നെ ആയിഷയുടെ വീട്ടിൽ പോകണം. എന്റെ ആയിഷ മരിക്കുന്ന നമ്മളുടെ ചാരത്ത് കിടന്നാവണം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്നു. വാതിലിൽ മുട്ടുകേട്ടു. ഇന്നലെ നബിദിനത്തിന് തന്നെയാണ് മുത്ത് റസൂലിന്റെ വഫാത്ത് നടന്നത്. ആരാണെന്ന് നോക്കു ഫാത്തിമ, മമ്പിൽ ബാബിയ ഫാത്തിമ, ആരാണെന്ന് നോക്കുമോളെ. വാതിൽ തുറന്നിട്ട് പൊട്ടിക്കരഞ്ഞു മോള് പറഞ്ഞു, ഉപ്പാ അത് അസ്രായീലാണ്, അങ്ങയുടെ റൂഹ് പിടിക്കാൻ വന്നതാണ്. പൊന്നുമോള് ചാരത്തിരുന്നു. ചുരുക്കി പറയട്ടെ, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പെരുവിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുന്ന നേരം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കാണാൻ വന്നു. ഇബ്നു ഔഫിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്, പല്ല് തേക്കുന്ന മിസ്വാക്ക്. അല്ലാഹുവിന്റെ റസൂൽ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആയിഷ ബീവിക്ക് മനസ്സിലായി, ഹബീബായ നബി തങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ട്. ഒരു മിസ്വാക്കിന്റെ കമ്പെടുത്തിട്ട് മുത്ത് റസൂലിന്റെ കയ്യിൽ കൊടുത്തു. കൈ പൊക്കാൻ കഴിയുന്നില്ല, പനി ബാധിച്ചിട്ട് മരണവെപ്രാളത്തില. കൈ തളർന്ന് കിടക്കുന്നു, പൊന്തുന്നില്ല. ആയിഷ ബീവി അറാക്കുന്ന വൃക്ഷത്തിന്റെ കമ്പെടുത്ത് വായിൽ വെച്ച് കടിച്ച് ചവച്ച് മൃദുലമാക്കി തന്റെ ഭർത്താവിന്റെ വലത്തെ കവിളിലേക്ക് തന്റെ ഇടത്തെ കൈപ്പത്തി ചേർത്ത് വെച്ച് ആ മുഖം തന്റെ പള്ളയിലേക്ക് ചേർത്ത് വെച്ചിട്ട് കൊച്ചുകുട്ടികൾക്ക് ഉമ്മ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ മരണസമയത്ത് ആയിഷ ബീവി തന്റെ പള്ളയിലേക്ക് ചേർത്ത് വെച്ച മുത്ത് റസൂലിന്റെ പല്ലിങ്ങനെ തേച്ചു കൊടുത്തു. തേച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ അസ്രായീൽ വന്നു. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പെരുവിരലിൽ നിന്ന് റൂഹ് പിടിച്ച് അരക്കെട്ടിന്റെ ഭാഗത്തെത്തിയപ്പോ വളർത്തു മകനായ സയ്യിദ് ബിൻ ഹാരിസയുടെ മകൻ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ രോഗവിവരം അറിയാൻ വാദക്കൽ വന്ന് എത്തി നോക്കി. പൊന്നുമോനായ വളർത്തുമോനായ ഉസാമയുടെ മുഖം കണ്ടപ്പോ ആയിഷ ബീവി പറയാ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൈവക്കാൻ തുടങ്ങി. പല്ല് തേക്കാൻ അനങ്ങാത്ത കൈ ഇങ്ങനെ പൊന്തുകയാണ്. എന്താണെന്നറിയാ, ഞാൻ നോക്കിയപ്പോ ഹബീബായ നബി തങ്ങൾ മെല്ലെ മെല്ലെ കൈ പൊന്തിച്ചിട്ട് വാദക്കൽ നിൽക്കുന്ന ഉസാമയുടെ നേരെ ഇങ്ങനെ കൈ ചേർത്ത് കാണിച്ചു. എന്തെന്നറിയോ ഉസാമ, മരണത്തിന്റെ വേദന മുഹമ്മദിന് സഹിക്കാൻ കഴിയുന്നില്ല. ഉസാമ, മുഹമ്മദിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ ഉസാമ. മുഹമ്മദിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണസമയത്ത് മറ്റൊരാളോട് ദുആ ചെയ്യാൻ നബി തങ്ങൾ പറഞ്ഞ വേദനയാണ് സഹോദര, മരണവേദന. മരണവേദന 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 ഭയാനകമാണ്. 3 കെട്ട് കെട്ടുന്നതിന് മുമ്പുള്ള മരണവേദന. കെട്ടി 3 കെട്ടും മുറുക്കി കെട്ടി 6 കാല് കട്ടിയിൽ നിന്നെയും കെട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി ഭാര്യ മക്കളോട് പോലും വിടയും ചൊല്ലി പള്ളിക്കാട്ടിലേക്കാണ് യാത്ര, പരലോകത്തേക്കുള്ള യാത്ര, തിരക്കൊന്നുമില്ലാത്ത യാത്ര, തിരികെ വരാത്തൊരു യാത്ര.
ഒരു തിരക്കും നമുക്കൊന്നില്ലാത്ത യാത്ര. നിസ്കരിക്കാത്തതെന്ത് തിരക്കാണ്, പോകാത്തതെന്ത് തിരക്കാണ്, പള്ളിയിൽ വരാത്തതെന്ത് തിരക്കാണ്, കബീർ ബാക്കവിക്ക് ഒടുക്കത്തെ തിരക്കാണ്. എന്ത് തിരക്കെന്നറിയോ? ഇപ്പൊ പ്രസംഗം നിർത്തിയാലേ 4 മണിക്ക് 2:30 എയർപോർട്ടിലെത്തണം, ഖത്തറിലേക്ക് പോകണം, തിരിച്ചു വരണം, കണ്ണൂര് പോകണം. ഞാൻ ഷെഡ്യൂൾ പറഞ്ഞതല്ല, ബാക്കവിക്ക് ഒടുക്കത്തെ തിരക്കാണ്. കാരണം എന്തെന്നറിയോ? അവന്റെ നാക്കിലിപ്പോട് അണ്ണാക്കിൽ വെള്ളമുണ്ട്, അവന്റെ ശബ്ദത്തിന് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രസക്തിയുണ്ട്. എന്റെ അണ്ണാക്കിലെ വെള്ളം വറ്റിയിട്ട് എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് എന്നെ കിടക്കുന്ന ദിവസം വരും. എന്റെ പൊന്നുമക്കൾ എന്നെ നെഞ്ചത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഉപ്പാ കണ്ണു തുറക്കുപ്പാന്ന് പറയുമ്പോ എന്റെ പൊന്നുമോളെ കെട്ടിപ്പിടിച്ചിട്ട് അവളോട് ഉപ്പയ്ക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല മോളെ, ഇനിയല്ലേ ഉപ്പയ്ക്ക് സ്വർഗമുള്ളത്, ഇനിയല്ലേ ഉപ്പയ്ക്ക് റൗഹുള്ളത്, ഇനിയല്ലേ ഉപ്പയ്ക്ക് റൈഹാനുള്ളത് എന്നെന്റെ പൊന്നുമോളോട് കെട്ടിപ്പിടിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ തൊണ്ടയിൽ എന്റെ തൊണ്ടയിൽ വെള്ളമറ്റു പോയല്ലോ, എന്റെ തൊണ്ടയിൽ വെള്ളമില്ലല്ലോ. കരിന്തിരി പോലെ കത്തിയമരാൻ നമ്മൾ കരിന്തിരികൾ, നമ്മൾ കരിയിലകൾ, നമ്മൾക്ക് ദാഹമില്ല. എല്ലാവരും ഇവിടെ നിന്ന് തിരിച്ചു പോകണം. ഫസലുദ്ദീ സാഹിബിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചെന്നറിഞ്ഞ് ഞാനെന്ന് തൃശ്ശൂരാണ്. സമതനോട് വിളിച്ച് വിവരം പറയുമ്പോ അദ്ദേഹത്തിന് ഫോണിൽ വിളിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം മറുഭാഗത്ത് നിൽക്കുമ്പോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, മരണം സ്വാഭാവികമാണ്, ഇന്ന് വിട്ടിട്ട് മറ്റൊരാള് മണ്ണറയിലേക്ക് പോകേണ്ടതാണ്. ചിന്തിക്ക് സഹോദരങ്ങളെ, ലൗകാനത്തി ദുനിയാ തദൂമൂലി വാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ കിടന്നുറങ്ങുന്ന 6 അടി മണ്ണിന്റെ അപ്പുറത്തൊരു വെളിപ്പാടകര ഭാര്യ കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഫസലുദ്ദീൻ ഹാദി ഇവിടെ ഇരിക്കുമ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ, മരണം ആർക്കെങ്കിലും മാറുമായിരുന്നെങ്കിൽ ലൗകാനത്തി ദുനിയാ ബകാഉൽ ലിസാകിനി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. അസ്റായീൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ പോലും കേറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ വീട്ടിൽ വരാതിരിക്കുമോ, നിന്റെ വീട്ടിൽ വരാതിരിക്കുമോ? മുത്തു റസൂലിന്റെ അടുക്കൽ വന്നില്ലേ? അദ്ദേഹത്തിന്റെ മകൻ എന്നോട് പറഞ്ഞു, ഉമ്മ എപ്പോഴും ദുആ ചെയ്തിരുന്നു വെള്ളിയാഴ്ച രാവിലെ മരിക്കാൻ. ആ സഹോദരി ഭാഗ്യം ചെയ്തവളാണ്. വെള്ളിയാഴ്ച രാവിലെ അവർ മരണപ്പെട്ടു പോയി ആഗ്രഹിച്ചതുപോലെ. അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. മക്കൾക്ക് ഉമ്മയെ കണ്ട് കൊതി തീർന്നിട്ടില്ല. മുത്തു റസൂലിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് മരണവേദനയെത്തി. പൊന്നുമോള് ഫാത്തിമ അടുത്തിരിക്കുന്നുണ്ട്. ഫാത്തിമയോട് പറഞ്ഞു, മോളെ ഉപ്പാക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല മോളെ. ഫാത്തിമ നിലവിളിച്ചു പോയി, വാ അബത്താ വാ കർബാബാ യാ മൻ നജാബ റബ്ബന ദാ ഇലാ ജിബ്രീല നനാ. എന്റെ ഉപ്പ പോവുകയാണോ? എന്റെ ഉമ്മ മരിച്ച അന്ന് മുതൽ എന്നെ കെട്ടിപ്പിടിച്ചെന്നെ വളർത്തി എന്റെ ഉപ്പ. ഉമ്മ ഇല്ലാത്തതറിയാതെ എനിക്ക് താങ്ങൻ തണലുമായ ഉപ്പ. കരളിന്റെ കശനമേ, ഉപ്പ പോവുകയാണ്. നമ്മൾ മരിക്കുമ്പോ നമ്മുടെ അടുത്തിരുന്ന് നമ്മുടെ പെമ്മക്കള് പൊട്ടിക്കരയുന്നത് പോലെ ഫാത്തിമ പൊട്ടിക്കരഞ്ഞു. ആയിഷ ബീവിയുടെ മടിയിലാണ് തല. ആയിഷ ബീവി പറയാ, നബി തങ്ങളുടെ ചുണ്ടു വിറക്കുന്നുണ്ട്, ശബ്ദം വെളിയിൽ വരുന്നില്ല. ചെവി ഞാൻ കൊണ്ടുപോയി ചുണ്ടോട് ചേർത്തപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉസീകും യാ ഉമ്മത്തി ബിസ്സലാ. എന്റെ സമുദായമേ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. ഞാൻ എന്റെ വിഷയം പൂർത്തീകരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3ാമത്തെ കാര്യം ഖുർറത്തു ഐനി ബിസ്സലാ. എന്റെ കണ്ണിന് കുളിർമേകുന്ന നിസ്കാരമാണ്. പെങ്ങന്മാരെ, നിസ്കാരത്തെ മുടക്കരുതേ. നബിദിനം ആത്മാർത്ഥമാകണോ? മരിക്കുന്ന നേരത്തും പറഞ്ഞ 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. 2, അല്ലാഹ ഫിന്നിസാ.
നിങ്ങളുടെ ഭാര്യമാരോടുള്ള കടമയിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണേ. അള്ളാഹുവിന്റെ റസൂല് ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സർവസ്തുതി നിനക്കാണ് റബ്ബേ. ആളുകൾ ചോദിച്ചു, ഭർത്താവ് മരിച്ചപ്പോ അൽഹംദുലില്ലാന്നോ? അതെ, അല്ലദീ ജമഅ ബൈന റീഖി വരീഖി റസൂലില്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമിനീരും എന്റെ ഭർത്താവിന്റെ ഉമിനീരും ഒന്നിച്ചു ചേരാൻ എന്റെ റബ്ബെന്നെ അനുഗ്രഹിച്ചല്ലോ. ഞാൻ ചവച്ചരച്ചു വെച്ച മിസ്വാക്ക് കൊണ്ടാണ് എന്റെ ഭർത്താവിന്റെ വായ ഞാൻ മിസ്വാക്ക് ചെയ്തത്. മരിക്കുന്നതിന് മുമ്പ് സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃക പോലെ എന്റെ ഉമിനീരും എന്റെ ഭർത്താവിന്റെ ഉമിനീരും കൂടി ചേർന്നു. റസൂലിനെ ഖബറടക്കി. സഹാബത്ത് തിരിച്ചു മദീനയിലേക്ക് വന്നു. മദീന ശോകമൂകമായി. അല്ലാഹുവിന്റെ റസൂലിനെ ഖബറടക്കിയിട്ട് തിരിച്ചു വരുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ഫാത്തിമ ബീവി ചോദിച്ചു, അത്ര അനസേ, അതാബത്ത് അംബുസുക്കും മൻ തഹസു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തുറാബ്. എന്റെ ഉപ്പയെ ഖബറിലിറക്കി വെച്ചിട്ട് എന്റെ ഉപ്പാടെ മുഖത്തേക്ക് മണ്ണിടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി അനസേ? ഫാത്തിമ ബീവിയുടെ ചോദ്യമാണ്. എന്റെ ഉപ്പാന്റെ മുഖത്ത് മണ്ണിടാൻ എങ്ങനെ നിങ്ങളുടെ കൈക്ക് ധൈര്യം വന്നു അനസേ? ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ള മുഖം. ആയിഷ ബീവി പറയാറുണ്ട്, ഞാൻ വീട്ടിലിരുന്ന് തുന്നുകയാണ് സൂചി കൊണ്ട്. ഇരുട്ടാണ്, സൂചി താഴെ വീണുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ നിൽക്കുമ്പോ എന്റെ ഹബീബായ ഭർത്താവ് കയറി വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ചൂണ്ടുവിരലിന്റെ വെളിച്ചം കൊണ്ട് ഞാൻ സൂചി കണ്ടെടുത്തു. ഇരുട്ടിലേക്ക് വന്നാൽ അങ്ങ് വിളക്കാണല്ലോ നബിയേ. ഇന്ന ബൈതന അന്ത സാകിനുഹു ലൈസ മുഹ്താദൻ ഇല സുറുജി. അങ്ങൊരു വീട്ടിൽ വന്നാൽ പിന്നെ ഇവിടെ വിളക്ക് വേണ്ടാത്ത രീതിയിൽ സുന്ദരനായ എന്റെ ഉപ്പാടെ കവിളിലേക്ക് നിങ്ങൾ എങ്ങനെ മണ്ണ് മാറിയിട്ടു അനസേ? റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് ആ പുണ്യ റസൂലിന്റെ ജീവിതം നൽകുമാറാകട്ടെ. ആയിഷ റളിയല്ലാഹു തആല പിന്നീട് പറയാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു. ആയിഷ ബീവി പറയാ, ഈ സംഘാടകരുടെ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതിനു മുമ്പ് ആയിഷ ബീവി പറയാണ്, ഭർത്താവ് മരിച്ചു. കൂട്ടുകാരികളോട് പറയുമ്പോ പറയാണ്, മരിക്കുന്ന നേരത്തെ മടിയിൽ തലവെച്ച് കിടന്നിട്ടും എന്റെ ഭർത്താവിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. പെണ്ണുങ്ങൾ ചോദിച്ചെന്താ പറയുന്നത്? മടിയിൽ തലവെച്ച് പള്ളയിലോട്ട് ചേർത്ത് പല്ല് തേച്ച് കൊടുത്തിട്ട് മരിക്കുന്ന സമയത്ത് മുഖം കണ്ടില്ലെന്നോ? ആയിഷ ബീവി പറഞ്ഞ മറുപടി, അതേ, മുഖം കണ്ടിട്ടില്ല. എന്റെ ഹബീബായ ഭർത്താവ് മരിക്കുന്ന നേരത്ത് വീട്ടില് വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്തത് കൊണ്ട് വീട്ടില് കൂരിട്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. മരിക്കുന്ന നേരത്ത് വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്തത് കൊണ്ട് വീട്ടിലിരുട്ടായിരുന്നത് ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. എന്റെ പൊന്ന് സഹോദരങ്ങളെ, അതുകൊണ്ട് നബിദിനം ഒരു വീണ്ടെടുപ്പാണ്. സുന്നത്തിന്റെ, ഇത്താഅത്തിന്റെ, ഹുബ്ബിന്റെ, മഹബ്ബത്തിന്റെ, പ്രണയത്തിന്റെ, അനുരാഗത്തിന്റെ, അവധാനതയുടെ, അനുധാവനത്തിന്റെ വീണ്ടെടുപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.